നമ്മുടെ പ്രധാനമന്ത്രി മോദി ഇടയ്ക്കിടയ്ക്ക് പല രാജ്യങ്ങളുമൊക്കെ സന്ദർശിക്കും. ഏറ്റവും ഒടുവിൽ ട്രിനാഡോ ആൻഡ് ടൊബാഗോ പോലുള്ള രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇതെന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നത്? ഇവിടെ വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? ഇവിടത്തെ പണി മുഴുവൻ രാഹുൽ ഗാന്ധി എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് മൂപ്പർക്ക് ധൈര്യമായിട്ട് പോകാം എന്നുള്ളതാണ്. അപ്പോ ഈ പോകുന്നതിൽ ഒരു ടൈപ്പ് ഉണ്ട്. ടൈപ്പ് എന്ന് പറയുന്നത് ഒരു പരസ്പര സഹകരണം. അതായത് നമുക്ക് ആരുടെയും മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഒന്നും നേടാനില്ല. മാത്രമല്ല, ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലെല്ലാം പോയിട്ട് നമ്മൾ സുപ്രധാനമായിട്ടുള്ള പല കരാറുകളിലുമൊക്കെ ഒപ്പുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ കൂടി തന്നെ നമ്മുടെ സഹായഹസ്തം വേണ്ടുന്ന രാജ്യങ്ങളിലേക്ക് അതും എത്തിക്കുന്നുണ്ട്. അതൊരു മാനുഷിക പരിഗണനയാണ്. ഇപ്പോ UN ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ ഉണ്ടെങ്കിലും പല ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും വേണ്ടത്ര സഹായം എത്തുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതും പോലും പക്ഷപാതപരമായിട്ട് ചെയ്യുന്നില്ലേ എന്നുള്ളൊരു സംശയം നമ്മൾ പലപ്പോഴും ചോദിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇന്ത്യക്ക് അവിടെ ഒരു നിലപാടെടുക്കാൻ താമസമൊന്നുമില്ല. കാരണം അങ്ങനെ സഹായിക്കേണ്ട ഒരാളുണ്ടെങ്കിൽ, കൂട്ടത്തിലുണ്ടെങ്കിൽ, നമ്മൾ അവിടെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു സഹകരണത്തിന് നമ്മൾ മുതിരും എന്നുള്ളതാണ്. അത്തരത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പറന്നിറങ്ങുകയാണ്, അല്ലെങ്കിൽ മോദി പറന്നിറങ്ങുകയാണ്. മറ്റൊന്നുമല്ല, ഒരു സഹകരണം. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആഫ്രിക്കയുടെ ഭക്ഷ്യക്ഷാമം മാറ്റുക, അതായത് അവിടുത്തെ വിശപ്പ് മാറ്റുക, അവിടുത്തെ രാജ്യങ്ങളുടെ വിശപ്പ് മാറ്റുക എന്നുള്ളതാണ്. വിശക്കുന്നവന് അന്നം കൊടുക്കുന്നിടത്തോളം വലിയൊരു പുണ്യപ്രവൃത്തി വേറെ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ടല്ലേ. അപ്പോ നമ്മൾ അത്തരത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയും രണ്ട് കണ്ണോടെ കാണുന്നവരുണ്ട്. ഇപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഒരു വലിയ പ്രോജക്റ്റുമായിട്ട് ഇറങ്ങുകയാണ് ആഫ്രിക്കയിൽ. എന്താണ് ആ പ്രോജക്റ്റ്? എന്തൊക്കെയാണ് അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്? പ്രജിത സൂചിപ്പിച്ചതുപോലെ ഈ ഭാരതം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും, ചെറുതും വലുതുമായ രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രതിനിധികളെ പറഞ്ഞയക്കുമ്പോൾ, നമ്മുടെ പ്രധാനമന്ത്രി പോകുമ്പോഴൊക്കെ അതിനെ മറ്റൊരു കണ്ണിലൂടെ കാണുന്ന ആളുകൾ ആധിപത്യം നേടാനുള്ള മറ്റു രാജ്യങ്ങൾ ചെയ്യുന്ന ശ്രമം പോലെ അതല്ല നമ്മുടെ ലക്ഷ്യം. ആധിപത്യം നേടലല്ല, പരസ്പരം ആശ്രയത്വം നിലനിർത്തിക്കൊണ്ട് ഒരു കൂടെ നിൽക്കുന്ന സഹകരണവും ആശ്രയത്വവും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് നമ്മുടെ നയം. തന്നെ അങ്ങനെയാണ്. അങ്ങനെ നയം മുന്നോട്ട് കൊണ്ടുപോയാൽ, അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ തന്നെ, ഈ നയം കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ തന്നെ ഭാവിയെ മാറ്റി എഴുതുന്ന, മറ്റു പല രീതിയിലും ഭാവിയെ മാറ്റി എഴുതുന്ന നയങ്ങൾ നമ്മൾ കൈക്കൊള്ളുന്നു. ഇവിടെ ആഫ്രിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നായ എത്യോപ്യയുടെ ഭക്ഷ്യഭാവിയെ മാറ്റി എഴുതാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. നമുക്കറിയാം, ആഫ്രിക്കയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഭൂവിഭാഗങ്ങളിൽ ഒന്നാണ് എത്യോപ്യ. എൻ്റെ ആഫ്രിക്ക ഈ പറഞ്ഞ പോലെ കൃഷിക്ക് യോഗ്യമായിട്ടുള്ള സമ്പന്നമായിട്ട് മണ്ണാണ്. അപ്പം എനിക്ക് പല സുഹൃത്തുക്കളെയും ഘാനയിൽ സ്ഥലങ്ങളുള്ള ആൾക്കാർ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സക്കീർ ഹുസൈൻ. അദ്ദേഹത്തിന് ഘാനയിൽ കുറേയധികം സ്ഥലമുണ്ട്. അവിടെ കൃഷിയൊക്കെ ആയിട്ട് അദ്ദേഹം ആ മേഖലയിൽ. അപ്പോൾ അദ്ദേഹം വന്ന് പറയുന്നതെന്ന് വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടാൽ നോക്കി നിൽക്കുമ്പോൾ അതിങ്ങനെ വളർന്നിട്ട് അതിൻ്റെ വലിപ്പമൊക്കെ കണ്ട് നമ്മൾ അന്തം വിട്ടു പോകുന്നവർ. മുരിങ്ങ മരമൊക്കെ, മുരിങ്ങയുടെ പൗഡറൊക്കെ ഉണ്ടാക്കുന്ന യൂണിറ്റുകളൊക്കെ ഉണ്ട്. വിപുലമായ കശുവണ്ടി ഒരു വലിയ ഒരു കൃഷിയാണ് അവിടെ. പലതുണ്ട്, എന്ത് കുഴിച്ചിട്ടാലും അവിടെ ഉണ്ടാവും. അപ്പോൾ കൃഷി രീതികളെ കുറിച്ചൊക്കെ ഞാൻ നിരന്തരമായി അദ്ദേഹത്തെ വിളിക്കുമ്പോൾ സംസാരിക്കാറുണ്ട്. ആ മണ്ണിനെ കുറിച്ച് പറയാറുണ്ട്. മറ്റു പല ആളുകളൊക്കെ ആഫ്രിക്കൻ മണ്ണിലുണ്ട്. ഈ എത്യോപ്യയുടെ മണ്ണിലാണെങ്കിൽ എനിക്ക് എത്യോപ്യൻ എയർലൈൻസുമായിട്ട്, ഞാൻ എത്യോപ്യൻ എയർലൈൻസിന്റെ ഇന്റർനാഷണൽ CEO-മാരിൽ ഒരാൾ, അതിന്റെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ തടേസ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹമായിട്ട് ഞാൻ അവരുടെ പ്രോഗ്രാമിലൊക്കെ ഇന്ത്യയിൽ വരുമ്പോൾ ഒക്കെ പോകാറുണ്ട്. അപ്പം ഞാൻ ഈ മണ്ണിനെ കുറിച്ച്, നിരവധി ആളുകൾ അവിടെ വന്നു പോകുന്നവരെ കുറിച്ച്, ആഡിസ് അബാബ, നമ്മൾ കാനഡയിലേക്ക് പോകുമ്പോൾ എത്യോപ്യൻ എയർലൈൻസിന്റെ ഒരു യാത്രാ റൂട്ടാണ് ആഡിസ് അബാബ എന്ന് പറയുന്നത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇവിടുന്ന് ആയിരക്കണക്കിന് ആളുകളെയാണ് ആഡിസ് അബാബയിലൂടെ ഏജൻസികൾ അവിടെ എത്യോപ്യൻ എയർലൈൻസ് മുഖേന. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് പലതരത്തിലുള്ള ബന്ധമുണ്ട്. നമ്മുടെ അധ്യാപകർ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊന്നാണ് എത്യോപ്യയിൽ. അധ്യാപകർ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ധാരാളമുണ്ട്. അപ്പം പിന്നെ എത്യോപ്യൻ പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ നമ്മുടെ MA കോളേജിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ അവിടെ ഒരു വിങ് പോലും ഉണ്ട്. അദ്ദേഹം സന്ദർശിച്ചിരുന്നു. അപ്പൊ അതിന് കാരണം അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു അധ്യാപകനുമായിട്ടുള്ള ഒരു സ്നേഹമാണ്. കോതമംഗലത്തുള്ള കോളേജും എത്യോപ്യയുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള പല രീതിയിലുള്ള അക്കാഡമിക് ബന്ധങ്ങളും അല്ലാത്ത ബന്ധങ്ങളും ഒക്കെ ഉള്ള ഈ എത്യോപ്യയിലേക്ക്, എത്യോപ്യയിലെ ഏറ്റവും വലിയ പോകാനുള്ള ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ അരി കയറ്റുമതി രാജ്യമാണ് ഇന്ന് ഇന്ത്യ. അപ്പൊ അവിടെ സാങ്കേതിക വിദ്യയും നിക്ഷേപങ്ങളൊക്കെ ഉപയോഗിച്ച് നിലവിൽ
ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്ത് നിന്ന് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഉൽപാദക രാജ്യമായിട്ട് എത്യോപ്യയെ മാറ്റുക എന്നുള്ളതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ആഫ്രിക്കയിൽ വൻതോതിൽ അരിയുടെ ദാരിദ്ര്യമുണ്ട്. അപ്പം അവിടെ വിശാലമായ കൃഷിയിടങ്ങളുണ്ട്, അവർക്ക് ഫലഭൂഷ്ടമായ നദികളുണ്ട്. അതിനൊന്നും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. അതിനുള്ള കാർഷിക അറിവുകളുണ്ടെങ്കിലും, അത് പൈതൃകമായ അറിവുകളുണ്ടെങ്കിലും അത് ശാസ്ത്രീയമായി ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ $6 ബില്യൺ മൂല്യമുള്ള അരിയാണ് ഓരോ വർഷവും ഈ രാജ്യങ്ങളൊക്കെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. $6 ബില്യൺ ഉള്ള. അപ്പൊ എത്യോപ്യക്ക് മാത്രം 1.5 മില്യൺ ഹെക്ടർ ഉണ്ട് കൃഷിഭൂമി. അപ്പൊ ആ കൃഷിഭൂമിക്ക് അനുയോജ്യമാണെങ്കിലും അത് കൃഷി ചെയ്യപ്പെടുന്നില്ല, ഉപയോഗമില്ലാതെ കിടക്കുകയാണ്. നമ്മളെ ഈ കേരളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇപ്പം മിക്കവാറും എല്ലായിടത്തും നല്ല റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ റോഡ് മാർഗം ഒന്ന് പോയി നോക്കിയാൽ അറിയാം, ആയിരക്കണക്കിന് ഹെക്ടറാണ് കൃഷിയോഗ്യം ആയ സ്ഥലങ്ങൾ കൃഷി ചെയ്യാതെ കിടക്കുന്നത്. അപ്പൊ അതൊക്കെ വെച്ചാൽ നമുക്ക് നല്ല കാർഷിക സമൃദ്ധി ഉണ്ട്. ഇപ്പം പുതിയ തലമുറ അതിൽ കൃഷിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്, ആധുനിക കൃഷി സമ്പ്രദായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, റോബോട്ടിക് കൃഷി സമ്പ്രദായങ്ങളൊക്കെ പോലെ. അപ്പൊ അങ്ങനെയുള്ള ഇത്തരത്തില് പിന്നെ ഇവരുടെ കഴിഞ്ഞ 30 വർഷത്തെ ഇടയിലെ ആഫ്രിക്കയിലെ വാർഷിക അരിയുടെ ഉപയോഗം 9 മില്യണിൽ നിന്ന് 40 മില്യൺ ടണ്ണായിട്ട് ഉയർന്നു. അപ്പൊ എന്താ വെച്ചാൽ ജീവിത രീതികളും നഗരവൽക്കരണവും ഒക്കെയാണ് അതിന് കാരണമായിട്ട്. കാരണം നഗരത്തിലുള്ള ആളുകൾ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി, പിശുക്കി ഉപയോഗിക്കുന്നതിന് പകരം ലാവിഷായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി, കാരണം വരുമാനം ഉള്ളതുകൊണ്ട്. അപ്പൊ 40 ടണ്ണായി ഉയർത്തിയപ്പോൾ 2035 ഇത് 50 മില്യൺ ടണ്ണിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അപ്പൊ ഇത് ഉൽപാദനം അതിനനുസരിച്ച് വളരുന്നില്ല, സ്കേഴ്സിറ്റി ഉണ്ടാവും, സാമ്പത്തിക പ്രതിസന്ധിക്കും ഭക്ഷ്യപ്രതിസന്ധിക്കും അത് കാരണമാവും. അപ്പൊ നൈജീരിയ ആഫ്രിക്കയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നാണ്. അവിടെ മാത്രം $2 ബില്യൺ അരി ഇറക്കുമതി ചെയ്ത് ചെലവഴിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. $2 ബില്യൺ അരിയുണ്ട്. അപ്പൊ ഇവിടെയാണ് ഇന്ത്യയുടെ സമഗ്രമായ പദ്ധതികളുമായി ഒരു സഹായഹസ്തം, ഒരു കാർഷിക സഹായഹസ്തം ഇന്ത്യ നീട്ടുന്നത്. അപ്പം ദശാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള അരികൃഷിയിലെ നമ്മുടെ പരിചയം, നമ്മുടെ കാർഷിക പരിചയം, കാർഷിക സമ്പത്ത് എന്ന് പറയും, അതാണ് അവർക്ക് പങ്കുവെക്കുന്നത്, പിന്തുണയാവുന്നത്. അപ്പോൾ ഒരു സഹായത്തിന് അപ്പുറം ഒരു കാർഷിക കൂട്ടായ്മ എന്ന് ഞാൻ നേരത്തെ പറയാൻ കാരണം ഇതാണ്. ഇപ്പൊ സാങ്കേതികമായ കൈമാറ്റങ്ങളുണ്ട് ഇതില്. സാങ്കേതിക കൈമാറ്റങ്ങൾ എന്താ? ഉയർന്ന വിളവ് നൽകുന്ന അരി ഇനങ്ങൾ, വിത്തിനങ്ങൾ, അരിവർഗ്ഗങ്ങളുണ്ട്. പിന്നെ കൃഷി, മികച്ച ജലസേചന, മണ്ണ് പരിശോധന സമ്പ്രദായങ്ങൾ, മണ്ണിന്റെ pH ലെവൽ പരിശോധിക്കുക, അത് കൃഷി യോഗ്യമാണ്, അതിന്റെ കുറവുകൾ കണ്ടുപിടിച്ചിട്ട് മൂലകങ്ങൾ ചേർക്കുക മുതലായുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പം അതിലൂടെ തന്നെ കൃഷിയുടെ യന്ത്രവൽക്കരണം ആവശ്യമാണ്. പുതിയ പുത്തൻ ട്രാക്ടറുകൾ, പുതിയ രീതിയിലുള്ള കൊയ്ത്ത് യന്ത്രങ്ങൾ, അതുപോലെ ഞാറ് നടുന്ന യന്ത്രങ്ങൾ, ഇത് കൈകൊണ്ടൊക്കെ ചെയ്യുന്നതിന് പകരം ഇതൊക്കെ നമുക്ക് ആധുനികവൽക്കരിച്ചുകൊണ്ട് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെക്ടർ, 100 കണക്കിന് 1000 ഹെക്ടറിലൊക്കെ അങ്ങനെ ആകുമ്പോൾ മനുഷ്യന്റെ ചെലവ് കുറയും, മനുഷ്യന്റെ പ്രയത്നത്തിന് ചെലവ് കുറഞ്ഞ് അത് ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനം. ഈ രംഗത്തേക്ക് വൻ നിക്ഷേപം ആവശ്യമുണ്ട്. അപ്പം ഇന്ത്യൻ കമ്പനികൾ വാണിജ്യ അടിസ്ഥാനത്തിൽ ആ കൃഷിയിടങ്ങളിലേക്ക് എത്തിയാൽ അവിടെ ട്രാക്ടറുകളും അരിമില്ലുകളും പ്രോസസ്സിംഗ് പ്ലാന്റുകളും ഒക്കെ വേണം. അപ്പൊ ഇതിനൊരു വലിയ സാധ്യതയാണ്, ഇന്ത്യൻ കമ്പനികൾക്ക് സാധ്യതയാണ്. ഇതിന്റെ പരിശീലനം, വിദ്യാഭ്യാസം, എത്യോപ്യയിലെ വിദ്യാർത്ഥികളെ ഇന്ത്യൻ കാർഷിക സർവകലാശാലകളിൽ പഠിപ്പിച്ചുകൊണ്ട്, നമ്മുടെ കൃഷി രീതികൾ പഠിപ്പിച്ചുകൊണ്ട്, വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അവരെ പറഞ്ഞു വെച്ചാൽ അവർ വളരെ മിടുക്കരായിട്ട് വളരെ മികച്ച രീതിയിൽ അവിടെ ഈ കൃഷി സമ്പ്രദായങ്ങൾ അവിടെ പ്രായോഗികമാക്കുമ്പോൾ വലിയ ഹാർവസ്റ്റ് നടത്താൻ അവർക്ക് കഴിയും. അപ്പോൾ നമ്മുടെ മണ്ണുത്തിയിലും നമ്മുടെ വെള്ളായനിയിലൊക്കെ ഇനി എത്യോപ്യൻ വിദ്യാർത്ഥികളൊക്കെ ഭാവിയിൽ വന്ന് പഠിക്കുന്നത് നമുക്കിങ്ങനെ കാണുമ്പോൾ അവരിങ്ങനെ വരുമ്പോൾ ഇത് കണക്കൂട്ടിയാൽ മതി. ഇതാണ് പദ്ധതി. മോഡിയുടെ ഒരു വലിയ പ്ലാൻ, ഒരു കാർഷിക വമ്പൻ പ്ലാനിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വന്നും സാംസ്കാരികമായും പഠിച്ചുകൊണ്ടുമാണ് അവരത് വരുന്നത്. അപ്പൊ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ വികസിപ്പിക്കേണ്ടതുണ്ട്. ഗോഡൌണുകൾ, ജലസേചന കനാലുകൾ ഉണ്ടാക്കണം. കാരണം വലിയ നദികളുണ്ടാവില്ല, അവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകാനുള്ള, ചാലുകറി കൊണ്ടുപോകാനുള്ള കനാലുകൾ വേണം. മാർക്കറ്റുകളിലേക്കുള്ള റോഡുകൾ വേണം. ഈ പറയുന്ന ഈ ഗോഡൌണുകൾ, ഈ ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരസ്പരം എത്തിക്കാനും വിതരണം ചെയ്യപ്പെടാനും പോർട്ടുകളിലേക്ക് പോകാനും ട്രാൻസ്പോർട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള റോഡുകളുടെ വികസനം ആവശ്യമാണ്. അപ്പോൾ എത്യോപ്യയുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യം 2027 സ്വയം പര്യാപ്തത നേടാനാണ് അവർ ലക്ഷ്യമിടുന്നത്. അപ്പം അവരുടെ ദേശീയ അരി മന്ത്രം വഴി എത്യോപ്യ സുപ്രധാനമായ ചില ലക്ഷ്യങ്ങൾ വെക്കുന്നുണ്ട്. 2027 സ്വയം പര്യാപ്തത നേടുന്നതോടൊപ്പം നിലവിൽ 1.5 മില്യൺ ഹെക്ടർ ആയിട്ട് അതിനെ വിപുലീകരിക്കണം, കൃഷിയിടങ്ങൾ അതിന് കൂട്ടണം എന്നാണ്. അപ്പം വിളവ് നൽകുന്ന ഒരു ഹെക്ടറിൽ നിന്ന് 3 ടണ്ണാണ് കിട്ടുന്നതെങ്കിൽ അത് 5 ടണ്ണായിട്ട് ഉയർത്താനാണ് ഈ ആധുനിക കൃഷി സമ്പ്രദായങ്ങൾ ഇന്ത്യയുടെ സഹായത്തോടെ അവർ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ചെറുകിട കർഷകരെ വിപണികളുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള
തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള പദ്ധതിയുണ്ട്. അടുത്ത 2 പതിറ്റാണ്ടിനുള്ളിൽ എത്യോപ്യയുടെ അരി ഉൽപാദനം ലക്ഷക്കണക്കിന് ടണ്ണുകളിലേക്ക് ഉയർത്താനാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇതുകൊണ്ട് ഇന്ത്യക്ക് ലഭിക്കുന്ന നേട്ടങ്ങളൊക്കെ നോക്കാം. അതും വേണമല്ലോ. ഇന്ത്യ ഒന്നും കാണാതെ ഈ കാര്യങ്ങൾ ചെയ്യില്ല. ലോകത്തൊരു മനുഷ്യനും ഒന്നും കാണാതെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള അടിസ്ഥാനമായ നിയമമാണ്. എനിക്കെന്ത് നേട്ടം, വാട്ട് ഇൻ ഇറ്റ്സ് ഫോർ മീ എന്ന ചോദ്യം അവിടെ കാലഘട്ടത്തിന്റെ ആവശ്യവും എല്ലാ കാലഘട്ടത്തിലും, ഏത് കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ പ്രത്യേക ആവശ്യമാണ്. അപ്പൊ ഈ സഹകരണം വഴി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ തന്ത്രപരമായ ചില നേട്ടങ്ങൾ ഇന്ത്യക്കുണ്ട്. തന്ത്രപരമാണ്, അത് ഐഡിയൽ ആയിട്ടുള്ള നേട്ടങ്ങളുമാണ്. എന്താണ്? ആഫ്രിക്കയിൽ ഭൗതികവും രാഷ്ട്രീയവുമായ സ്വാധീനം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. കൂടാതെ കൃഷി യന്ത്രങ്ങളും വിത്തുകളും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയൊരു വിപണിയാണ് അവിടെ തുറന്നു കിട്ടുന്നത്. ആഫ്രിക്കയിൽ വർദ്ധിച്ചു വരുന്ന ചൈനയുടെ സ്വാധീനത്തെ കൂടാതെ നമുക്ക് പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ സമതുലിതമാക്കി കൊണ്ടുപോകാനും കഴിയും. അവർ കൃത്യമായി ചൈന വരുന്നത് കൃത്യമായ ബിസിനസ് താല്പര്യങ്ങളോടെയാണ്. ഈ ചൈനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടാണ് ചൈന ഏതാണ്ട് 72ഓളം രാജ്യങ്ങൾക്കോ മറ്റോ കടം കൊടുത്തിട്ടുണ്ട്. അതായത് ഇവര് വന്നിട്ടുണ്ടെങ്കിൽ കാലകയം വന്നിറങ്ങി പോകുന്നത് പോലെ എന്ന് പറയുന്നത് മുച്ചൂട് മുടിച്ചിട്ട് പോകും. അപ്പൊ ചെറിയൊരു സഹായത്തിന് വേണ്ടി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുത്ത് പിന്നെ അവരെ വരുതിയിലാക്കി ആ ഒരു ഭാഗം പോക്കാണ് എന്നുള്ളത്. അപ്പൊ 72ഓളം രാജ്യങ്ങൾക്കോ മറ്റോ ചൈന കടം കൊടുത്തിട്ടുണ്ട്. അതായത് ഇത്രയും രാജ്യങ്ങള് ചൈനയ്ക്ക് താഴെ സറണ്ടറായി നിൽക്കുന്ന അതൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് അവരവരുടെ കാൽക്കീഴിലാക്കാനുള്ള ലക്ഷ്യങ്ങളാണ്. പാകിസ്ഥാനൊക്കെ പെട്ടതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു പദ്ധതി അല്ല ഇന്ത്യക്ക്. ഇന്ത്യ വളരെ കൃത്യമായ പ്ലാനുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു നിഗൂഢമായ പദ്ധതിയും വെച്ചിട്ട് ഒരാളെ തകർത്തുകൊണ്ടല്ല, ആ രാജ്യത്തെ വളർച്ചയിലേക്ക് കൈപിടിച്ച് നയിച്ചുകൊണ്ടാണ് ഇന്ത്യ അതിന്റെ സീഡ് എടുക്കുന്നത്. അപ്പം നമുക്കറിയാം, ഈ എത്യോപ്യ എന്ന് പറയുന്നത് കാപ്പിയുടെയും ടഫിന്റെയൊക്കെ നാടാ. ടഫ് എന്ന് പറയുന്നത് ഈ അരിയേക്കാളും 100% അളവ് കുറവുള്ള അപ്പം മൈക്രോ ലെവലിലുള്ള ഒരു തരം ധാന്യമാണ്. ലോകത്തിലെ ഏറ്റവും സമ്പുഷ്ടമായ സൂപ്പർ ഗ്രെയിൻ എന്നാണ് ടഫിനെ വിളിക്കുന്നത്. അപ്പൊ ഈ ടഫ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് അത്തരം സ്പെഷ്യൽ സ്പീഷീസിൽപ്പെട്ട ഇത്തരത്തിലുള്ള ഈ ഹൈബ്രിഡ് ഈ സാധനങ്ങളൊക്കെ ഇതൊന്ന് പുതുതായിട്ടുണ്ടാക്കുന്ന ഹൈബ്രിഡ് പല കാർഷിക വിളകളും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ സഹായത്തോടെ അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതിനെയൊക്കെ നിലനിർത്തിക്കൊണ്ട് ഒരു വലിയ ഈ കൂട്ടുകെട്ടിലൂടെ നമ്മൾ അതിനെ ഫൈനലി കൺക്ലൂഡ് ചെയ്യുമ്പോൾ എത്യോപ്യയിൽ മാത്രമല്ല കേട്ടോ ഇത് നിൽക്കുന്നത്. കെനിയയും സുഡാനും സോമാലിയും പട്ടിണിയുടെ മകുടോദാഹരണങ്ങളായ രാജ്യങ്ങളാണ്, ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. സമ്പന്നമാണ്, പക്ഷെ പട്ടിണിയാണ്. അപ്പൊ ഭക്ഷണമില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളുടെ ഇമ്പോർട്ടിങ്ങിന് വേണ്ടി ഇറക്കുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഈ രാജ്യങ്ങളിലേക്ക് ആഫ്രിക്ക മുഴുവൻ ഒരു ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു വൻ പദ്ധതി ആയിട്ടാണ് ആഗോള വേദിയിൽ ആഫ്രിക്കയുടെ ഉയർച്ച കാണിച്ചു കൊടുക്കാനാണ് അതിന് തുടക്കം എന്നോണമാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി ആഫ്രിക്ക ഭക്ഷണം ഇറക്കുമതി ചെയ്യേണ്ട ഭൂഖണ്ഡമല്ല, അത് ലോകത്തിനെ തന്നെ പോറ്റാൻ കഴിയുന്ന ഒരു ഭൂഖണ്ഡമായിട്ട് അത് മാറാൻ പോകുന്നു. അതാണ് ഇനി ആഫ്രിക്കയിലാണ് പ്രതീക്ഷ എന്ന് നമ്മൾ പറയുന്നത്. ഇത്തരം പദ്ധതികളുടെ നടപ്പാക്കലിലൂടെയാണ് അത് സാധിക്കുന്നത്. ഭാരതത്തെ പോലുള്ള മാർഗദർശികളായിട്ടുള്ള ഒരു വലിയ രാജ്യം, ഒരു വലിയ സമ്പന്നമായ സംസ്കാരമുള്ള ഒരു രാജ്യം, സമ്പന്നതയിലേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഹിഡൻ ടാർഗറ്റുകൾ ഒന്നുമില്ലാതെ, പ്ലാനുകളും പദ്ധതികളും ഒന്നുമില്ലാതെ തുറന്ന പുസ്തകം പോലെ എത്തി തുറന്ന സഹായങ്ങൾ കൈയും മെയ്യും മറന്ന് സഹായം ഹസ്തങ്ങൾ നീട്ടിക്കൊണ്ട് ഈ എത്യോപ്യയെ ആഫ്രിക്ക ഉയർത്താനുള്ള ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ അർപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.